എല്ലാവർക്കും നമസ്കാരം. എൻവിയോചാനാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വൈറ്റ്ലയിൽ കൊമാക്കി എന്ന് പറഞ്ഞൊരു ഇലക്ട്രിക് ബൈക്കിൻ്റെയും സ്കൂട്ടറിൻ്റെ ഒരു ഷോറൂമിലാണ്. അപ്പോൾ ഇന്നിവിടെ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടുള്ളത്. തൊട്ട് ബാക്കി കാണുന്നതാണ് നമ്മുടെ ഷോറൂം. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് 21ഓളം മോഡലിൻ്റെ സ്കൂട്ടേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. സ്കൂട്ടറും ബൈക്കും ചേർന്നിട്ട് 21ഓളം മോഡലിൻ്റെ വണ്ടികളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഷോറൂമിൻ്റെ എന്താ പറയുക, നമ്മുടെ സെയിൽസിൻ്റെ മാനേജറുടെ നൗഫലുണ്ട്. നമുക്ക് ബാക്കി വിശേഷങ്ങൾ നൗഫലിനോട് ചോദിക്കാം. ഹായ്, വെൽക്കം ടു കൊമാക്കി. കൊമാക്കി എന്ന് പറയുന്ന ഇലക്ട്രിക് വെഹിക്കിളിനെ കുറിച്ച് ആദ്യം ഞാൻ പറഞ്ഞുതരാം. ഈ ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറയുന്നത് 1982 ജപ്പാനിൽ ലോഞ്ചായ വെഹിക്കിളാണ്. ജപ്പാനിൽ ലോഞ്ചായിട്ട് മൊത്തം കൂടി 16 വർഷത്തെ എക്സ്പീരിയൻസ്, ഇന്ത്യൻ മാർക്കറ്റ് എക്സ്പീരിയൻസ് ഉള്ള ഏക വെഹിക്കിൾ ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ടോട്ടൽ ഇതിനകത്ത് വരുന്ന മോഡൽസ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ബൈക്കിൽ 21 മോഡൽസ് ഉള്ളത് കൊമാക്കിക്ക് മാത്രമേ ഉള്ളൂ. അതായത് ബൈക്ക് മോഡൽസിൽ 3 മോഡൽസും ബാക്കിയുള്ള എല്ലാ സ്കൂട്ടർ മോഡൽസും, ഇപ്പം ആക്റ്റീവ പോലത്തെ മോഡൽസും TVS 50 പോലത്തെ മോഡൽസും ഈ ബൈക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കമ്പോളത്തൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ, അതായത് ഫ്രണ്ടിൽ 3 ചാക്ക് അരിയും ബാക്കിൽ 3 ചാക്ക് അരി ഇട്ടിട്ട് ഒരു 500-600 കിലോ എടുത്തുകൊണ്ട് പോകുന്ന നല്ല ബൈക്ക് മോഡലാണ്. പഴയ രീതിയിലല്ല. പഴയ ബൈക്ക് നോക്കിക്കഴിയുമ്പോൾ അത്രയും സ്പീഡ് കിട്ടത്തില്ല, മൈലേജ് കിട്ടത്തില്ല. 35 കിലോമീറ്റർ സ്പീഡിലേ പോകത്തുള്ളൂ. മാക്സിമം 35 കിലോമീറ്റർ എന്ന് പറയുമ്പം നമ്മൾ ഒരു മണിക്കൂർ എടുക്കും ഇവിടെ നിന്ന് അപ്പുറത്ത് പോകാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യം TN95 കുറിച്ച് പറഞ്ഞുതരാം. ഇതാണ് TN95. ഏറ്റവും സ്പേഷ്യസ്, ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് സ്കൂട്ടർ എന്ന് പറയുന്നത് TN95 ആണ്. ഈ TN95യുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിയുമ്പോൾ ഒറ്റ ചാർജിന് 140 കിലോമീറ്റർ പോകും. ഫ്രണ്ടിൽ നോക്കിയാൽ മതി, 140 കിലോമീറ്റർ ആണല്ലേ ഇതിൻ്റെ റേഞ്ച് വരുന്നത്. 140 കിലോമീറ്റർ പോകും. ചാർജ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ നോർമൽ വണ്ടി എന്ന് വെച്ച് കഴിയുമ്പം മാക്സിമം ചാർജിങ് ടൈം 6 മണിക്കൂർ 8 മണിക്കൂറാണ് പറയുന്നത്. ഇതിൻ്റെ ചാർജിങ് ടൈം എന്ന് പറയുന്നത് 4 മണിക്കൂറേ ഉള്ളൂ. 4 മണിക്കൂറിനകത്ത് ഫുൾ ചാർജ് ആവും. പിന്നെന്ന് പറയുമ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിയുമ്പം ടോട്ടൽ മൈലേജ് 140, സ്പീഡ് എന്ന് പറയുമ്പം 80 തൊട്ട് 100 കിലോമീറ്റർ സ്പീഡിനകത്ത് പോകും. രജിസ്ട്രേഷൻ വേണ്ട മോഡലാണ്, ലൈസൻസ് വേണ്ട മോഡലാണ്. ഈ സ്പേസ് എടുത്തു കഴിഞ്ഞാൽ ബാക്കിൽ ഒരു 2 ചാക്ക് അരി നമുക്ക് ഇടാൻ പറ്റും. ഫ്രണ്ടിൽ 1 ചാക്ക് അരി ഇട്ടിട്ട് നമുക്ക് ഡീസൻ്റ് ആയിട്ട്, ഇപ്പം സ്വിഗ്ഗി ഒക്കെ ഓടുന്ന ആൾക്കാരുണ്ട്, അവർക്കെല്ലാം ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്. അതായത് ഒരു മാസം മിനിമം പോയി കഴിഞ്ഞാൽ ഒരു 1000 കിലോമീറ്റർ അവർ ഓടിക്കും. ഈ 1000 കിലോമീറ്റർ ഓടിക്കാൻ വെറും 300 രൂപയുടെ ചാർജ് മതി. പക്ഷേ പെട്രോൾ ഒരു ദിവസം 200 രൂപ വെച്ചിട്ടാണെങ്കിലും ഒരു 6000 രൂപയുടെ പെട്രോൾ മാത്രം ആവുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു 2000 രൂപയുടെ EMI മതി നമുക്ക് അടഞ്ഞുകൊണ്ട് പോകാം. ഓക്കെ. അപ്പോൾ ഇതാണ് ടോപ്പ് എൻഡ് വേരിയൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് ഒന്ന് പറയാമോ? ഇതിൻ്റെ പ്രൈസ് വരുന്നതെന്ന് വെച്ച് കഴിയുമ്പം ജസ്റ്റ് നമ്മൾ വേറെ എല്ലാ ഇലക്ട്രിക് വണ്ടി കമ്പയർ ചെയ്യുമ്പം മാക്സിമം റേറ്റ് എല്ലാ വണ്ടിക്കും ഒരു 160, 162 എന്നുള്ള റേഞ്ചാണ് വരുന്നത്. പക്ഷെ നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്ത് കൊടുക്കുന്ന ഫൈനൽ പ്രൈസ്, ഓൺ റോഡ് പ്രൈസ് 137 ആണ്. 1,37,000 രൂപ. ഈ ഒരു വാഹനം, ഈ ഒരു TN95 എന്ന് പറഞ്ഞ വാഹനമാണ് ഇവർ ടോപ്പ് എൻഡ് വേരിയൻറ്റ്. ഞാൻ പേഴ്സണലി ഓടിച്ചൊരു വണ്ടിയാണ്. നമ്മുടെ വീഡിയോ എന്തായാലും ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഈ ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു മോഡൽ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ളൊരു മോഡലാണെന്ന് തന്നെ പറയണം. ഇതിനകത്ത് നമുക്ക് പാട്ട് കേൾക്കാനുള്ള ഒരു ആ ഒരു ബ്ലൂടൂത്ത് വെച്ചിട്ടുള്ളൊരു സംഭവമാണ്. അവിടെ പാട്ടിൻ്റെ ഒരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫീച്ചറൊക്കെ ഈ ഒരു വാഹനത്തിനുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു 3 റൈഡിംഗ് മോഡ് ഇതിനകത്തുണ്ടല്ലേ. 3 റൈഡിംഗ് മോഡ് ഉണ്ട്. പിന്നെ ബാക്കിയെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. ഞാൻ കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം. അപ്പോൾ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ടല്ലേ. ഓക്കെ, നമുക്ക് ഇനി അടുത്തൊരു മോഡൽ നോക്കാം. അടുത്ത മോഡൽ നമുക്ക് തീർച്ചയായിട്ടും SC നോക്കാം. ഓക്കെ, ഈ SC എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ വേണ്ട മോഡലാണ്. രജിസ്ട്രേഷൻ വേണം, ലൈസൻസ് വേണം. 80 തൊട്ട് 100 കിലോമീറ്റർ സ്പീഡിൽ പോകും. അതായത് ഇത് ഒരു 1000 കിലോമീറ്റർ ഓടിക്കാൻ 300 രൂപയല്ല, അതിന്റെ പകുതി 150 രൂപയുടെ ചാർജ് വരുള്ളൂ. ഓക്കെ, അത് മാത്രമല്ല ഇതിന് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇൻ കേസ് നമ്മൾ ഒരു 50,000 രൂപ സ്പെൻഡ് ചെയ്തിട്ട് ഒരു
സോളാർ പ്ലാന്റ് നമ്മുടെ വീട്ടിൽ വെക്കുവാണെങ്കിൽ എക്സ്ട്രാ ചാർജ് കിട്ടും. അത് മാത്രമല്ല ലൈഫ് ലോങ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ വണ്ടി എടുത്ത് നടക്കാൻ പറ്റും. ഈ എല്ലാ നാഷണലൈസ്ഡ് ബാങ്കും ലോൺ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട് എല്ലാവർക്കും. ഇപ്പോൾ നോർമൽ ഇലക്ട്രിക് വെഹിക്കിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതായത് ഇപ്പം ബജാജ് ഫിനാൻസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്, 1 വർഷത്തെ ബജാജ് ഫിനാൻസ്. നമ്മുടെ അടവ് മാത്രം 5000 രൂപ 6000 രൂപ വരും. പക്ഷേ ഇതിൽ എല്ലാ നാഷണലൈസ്ഡ് ബാങ്കും ലോൺ, അതായത് ICICI IDBI ആയിട്ടുള്ള എല്ലാ നാഷണലൈസ്ഡ് ബാങ്കും കസ്റ്റമേഴ്സിന്റെ സിവിൽ അനുസരിച്ച് ലോൺ തരും. ഓക്കെ, ഇതിന്റെ ഒരു പ്രൈസ് നമുക്കൊന്ന് പറയാമോ? എത്ര ഇത് വരുന്നതെന്ന് വെച്ച് കഴിയുമ്പോൾ ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്, ഇത്രയും സ്പീഡ് പോകുന്നതാണ്. അപ്പം ഇതിന്റെ പ്രൈസ് വരുന്നത് 1.35. അതായത് ഇതിനകത്ത് ഏതാണ് ഏറ്റവും ടോപ്പ് എൻഡ്? ഈ N95 ആണോ, അല്ലെങ്കിൽ TN95 ആണോ, അല്ലെങ്കിൽ ഈ ഒരു മോഡൽ SC എന്ന് പറഞ്ഞ ഒരു മോഡലാണോ? ഏതാണ് ടോപ്പ് എൻഡ്? TN95 ഇതേപോലെ സ്വിഗ്ഗി ഓടിക്കാനും കമ്പോളത്തി അടിക്കാനും ട്രിപ്പ് അടിക്കാനുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ബെസ്റ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. ബിക്കോസ് 450 കിലോ ധൈര്യമായിട്ട് ഫ്രണ്ടിലും ബാക്കിലും വെച്ച് കൊണ്ടുപോകാം. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് സ്പോർട്ടി മോഡലാണ്, ഡെയിലി കമ്മ്യൂട്ടിനൊക്കെ. അതായത് ഇപ്പം കുട്ടികളുടെ സ്കൂളിൽ കൊണ്ടുപോയി ആക്കാനും കാര്യങ്ങളായാലും നീറ്റായിട്ട് കൊണ്ടു നടക്കാൻ വണ്ടി. അത്യാവശ്യം നല്ല ഒരു ലുക്കുള്ള വണ്ടിയാണ്. അതായത് ഈ വണ്ടി എല്ലാം ഫൈബറാണ്. പിന്നെ നമ്മളുടെ പഴയ ഇലക്ട്രിക് സ്കൂട്ടർ പോലെയല്ല, എല്ലാ വണ്ടിയും കാണാൻ തന്നെ നോർമൽ പെട്രോൾ വെഹിക്കിൾ പോലെ തന്നെ. അതെ, ഭയങ്കര സിമിലർ ആയിട്ട് നമ്മുടെ ഒരു ഡിയോന്റെ ഒക്കെ ഒരു മോഡലായിട്ടുള്ള ഒരു വണ്ടിയായിട്ട് ഡിയോക്കെ ആയിട്ട് തോന്നുന്നു നമുക്ക് പെട്ടെന്ന്. അടുത്തൊരു മോഡൽ നോക്കാം നമ്മുടെ ബൈക്ക്. ഓക്കെ, നിങ്ങൾക്ക് ബൈക്കും ഉണ്ടല്ലേ? സ്കൂട്ടർ മാത്രമല്ല ബൈക്കും. എല്ലാവരും പേടിച്ചു. നമ്മളെ ഇപ്പം ലൈസൻസ് ഇല്ലാതെ ഓടിക്കാനുള്ള ഒരു ബൈക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം കൊമാക്കിൽ ഇറക്കിയിട്ടുള്ള ബൈക്കാണ്. ലൈസൻസ് വേണ്ട. സ്പീഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് ഓടിച്ച് നോക്കണം. ഓടിച്ച് നോക്കിയിട്ട് ഞാൻ ബിക്കോസ് വീഡിയോ ചെയ്തുകൊണ്ട് ഞാൻ ഡയറക്റ്റ് പറയുന്നില്ല, ഡയറക്റ്റ് വന്ന് ഓടിച്ച് നോക്കി ഇത് എത്രത്തോളം സ്പീഡ് പോകുന്നുള്ളത് നിങ്ങൾ ഓടിച്ച് നോക്കി പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. ബിക്കോസ് ലൈസൻസ് വേണ്ട, എത്ര സ്പീഡ് പോകുന്നുള്ളത് ഓടിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് പറയാമോ? ഇത് 1.25 വരും. ബിക്കോസ് നമ്മൾ എറണാകുളത്താണ്. എറണാകുളത്ത് നമുക്ക് പ്രൈസ് വേരിയേഷൻ ഉണ്ട്. ഇപ്പം നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ആയതുകൊണ്ട് ഇത് ത്രൂ ആരെങ്കിലും വരുവാണെങ്കിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് നമ്മൾ ചെയ്തു തരും. അടിപൊളി. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ഒരു റേഞ്ചും പിന്നെ ടോപ്പ് സ്പീഡൊക്കെ ഒന്ന് പറയാമോ? ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് എന്ന് പറയുമ്പോൾ ഒരു 110 കിലോമീറ്റർ ഫുൾ ചാർജിൽ. ഇതിനകത്ത് വരുന്ന ബാറ്ററി ലിഥിയം അയോൺ ബാറ്ററിയാണ്. നമ്മൾ നോർമൽ ഇപ്പം ബാറ്ററി സെല്ലൊക്കെ എടുത്തില്ല, അതേപോലത്തുള്ള ലിഥിയം അയോൺ ബാറ്ററിയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിയുമ്പോൾ 3 വർഷത്തെ കമ്പനി വാറണ്ടി തരുന്നുണ്ട്. കമ്പനി വാറണ്ടി കഴിഞ്ഞിട്ട് ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ 3000, അതായത് പാനലായിട്ടാണ് ഇത് വരുന്നത്, ഈ ലിഥിയം അയോൺ ബാറ്ററി. അപ്പം ഏത് പാനലിലാണോ മിസ്റ്റേക്ക് ആ പാനൽ മാത്രം നമുക്ക് മാറിയാൽ മതി. ബിക്കോസ് 1 ലക്ഷം രൂപയുടെ വണ്ടിയാണെങ്കിൽ 40,000 രൂപ ബാറ്ററിക്കായിരിക്കും റേറ്റ് വരും. നമ്മുടെ പ്രീവിയസ് മോഡൽസിനൊക്കെ ലിഥിയം അയോൺ ബാറ്ററി തന്നെയാണോ? എല്ലാം ഇവിടെ ഉള്ള എല്ലാ വണ്ടികളും ലെഡ് ആസിഡ് ബാറ്ററി അല്ല, എല്ലാ വണ്ടികളും ലിഥിയം അയോൺ ബാറ്ററിയാണ്. പിന്നെ അടുത്തത് വരുന്നത് ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററി വരുന്നുണ്ട്. ഈ ഫോസ്ഫേറ്റ് ബാറ്ററിയുടെ നോൺ രജിസ്റ്റേർഡ് മോഡൽ തന്നെ 240 കിലോമീറ്റർ. അതുപോലെ തന്നെ എല്ലാ വാഹനത്തിനും നിങ്ങൾ 3 വർഷത്തെ ഗ്യാരണ്ടിയും കൊടുക്കുന്നുണ്ടല്ലോ? ബാറ്ററി 3 വർഷം ബാറ്ററി വാറണ്ടിയും ടോട്ടൽ വണ്ടിയുടെ വാറണ്ടിയും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വണ്ടി നോക്കാം. അടുത്ത ഏതാ നിങ്ങളുടെ ഒരു മോഡൽ? വരുന്നതെന്ന് വെച്ച് കഴിയുമ്പം X1 വരുന്നുണ്ട്. ഈ X1ന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിയുമ്പം എല്ലാ സ്പോർട്ടി മോഡലാണ്. ഏത് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഞാൻ നല്ല ലെഗ് സ്പേസും കാര്യങ്ങളായിട്ട് നീറ്റായിട്ട് നമുക്ക് ഓടിച്ചു പോകാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിനകത്ത് എല്ലാ വണ്ടിക്കും വരുന്നത് പോലെ ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിയുമ്പോൾ ഇൻ കേസ് നമ്മൾ ചാർജ് തീർന്നിട്ട് പെട്ടെന്ന് ഹൈവേയിൽ അങ്ങാനും പോയി നിന്ന് ചാർജ് തീർന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 5 കിലോമീറ്റർ എക്സ്ട്രാ ഓടാൻ പറ്റും. അതായത് സേഫ് ആയിട്ട് ഏതെങ്കിലും സോണിൽ പോയി കയറാൻ പറ്റും. പിന്നീട് എന്ന് വെച്ച് കഴിയുമ്പോൾ 56, അതായത് ഇന്ത്യൻ ഓയിൽ, അതായത് ഇപ്പോഴത്തെ നിലവിൽ നമുക്ക് ചാർജിങ് സ്റ്റേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഇലക്ട്രിക് വെഹിക്കിളിലൊക്കെ ആരും ഫോക്കസ് ചെയ്യാത്തത്. പക്ഷേ ഇപ്പം പെട്രോളിൻ്റെ വില മാക്സിമം 6000 രൂപ ഒരു നോർമലായിട്ട് ഒരു ദിവസം. ചേട്ടൻ നിങ്ങൾ എത്ര രൂപയ്ക്കാണ് പെട്രോൾ അടിക്കുന്നത്? ഞാനൊരു മാസം എങ്ങനെ ആയാലും 6000 രൂപക്ക് മിനിമം അടിക്കുന്നുണ്ട്. സെയിം ഈ സ്പോർട്ടി മോഡൽ എടുത്തു കഴിഞ്ഞാൽ 6000 രൂപ എന്നുള്ളത് നമുക്ക് ചുരുക്കി 300 രൂപ ആക്കാം. 300 രൂപ അല്ലേ ഒരു മാസം? അതായത് പെർസെൻറ്റേജ് വെച്ച് നോക്കുവാണെങ്കിൽ ടോട്ടൽ ഒരു 75% ഓഫ് യുവർ ഇൻവെസ്റ്റ്മെന്റ് വിൽ ബി. അതെ. അതുപോലെ നമുക്ക് ഫ്യൂവല് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരുപാട്. സേവ് ചെയ്യാൻ പറ്റും. അടുത്തൊരു മോഡൽ നോക്കിയാലോ? അടുത്തത് ഇത് ഇതാണ് നിങ്ങളുടെ ഏറ്റവും ബേസ് വേരിയന്റ് എന്ന് തന്നെ പറയാം. ഇത് കൊമാക്കി VP എന്ന് പറയുന്ന മോഡലാണ്. ഇത് ഒറ്റ ചാർജിനകത്ത് മൊത്തം കൂടി 100 കിലോമീറ്റർ പോകും. 100 കിലോമീറ്റർ സ്പീഡ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത് 30 കിലോമീറ്റർ സ്പീഡാണ്. പക്ഷെ ഓടിച്ച് നോക്കണം, നല്ല സ്പീഡ് കിട്ടും. അത് തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വന്ന് ഓടിച്ചു നോക്കണം. ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് എന്ന് പറയാമോ? ഈ വാഹനത്തിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 87 രൂപ വരുന്നുണ്ട്. 87 രൂപ എന്ന് പറയുമ്പം
അതായത് നാഷണലൈസ്ഡ് ബാങ്ക് ആയിട്ടുള്ള എല്ലാ ബാങ്കിലും ഫിനാൻസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് നമ്മളിപ്പം ബാക്കിയുള്ള മോഡൽസ് ഇപ്പം ഏതറിൻ്റെ ഷോറൂമിൽ ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ അതിന് ഫിനാൻസ് വരുന്നത് തന്നെ 1,60,000 രൂപയുടെ വണ്ടിയാണ്. അപ്പം ഈ വണ്ടിക്ക് നമ്മൾ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട് 5 വർഷത്തെ ഫിനാൻസ്. നമുക്ക് ഓൾമോസ്റ്റ് ഒരു വെസ്പയുടെ ലുക്കുള്ള ഒരു വണ്ടി കേട്ടോ അല്ലേ. അതേ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ്, കാണാനും അതേ ഒരു മോഡലുള്ള വണ്ടിയാണ്. നമുക്ക് ആ ഒരു റൈഡ് മോഡ്, ആ ഒരു 1, 2, 3 എന്നുള്ള അതിനെപ്പറ്റി ഒന്ന് പറയാം. ഇപ്പം ഈ റൈഡ് മോഡ് എന്ന് പറയുമ്പോൾ ഇനിഷ്യൽ പീരീഡിൽ ഹയർ ടോർക്ക് കിട്ടാൻ വേണ്ടി, ഹയർ പവർ കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം 1-ലിടും. 1-ലിട്ട് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ റൈഡ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും, ഒരു ചാട്ടം ആദ്യം ഫീൽ ചെയ്യും. അത് എന്തുകൊണ്ടാണെന്ന് ചെയ്യുമ്പോൾ നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ സൗണ്ട് കേൾക്കത്തില്ല. അപ്പം അതുകൊണ്ട് ഒരു ചാട്ടം, അതായത് റൈസ് ചെയ്യുമ്പം ആ പവർ കിട്ടാത്തത് കൊണ്ട് നമ്മൾ കൂടുതൽ റൈസ് ചെയ്യും. അപ്പം അത് അങ്ങ് ചാടും. അപ്പം അതുകൊണ്ട് 3-ലിട്ട് നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ സ്മൂത്ത് ആയിട്ട് അങ്ങ് മൂവ് ചെയ്ത് പോകും. നോർമൽ റോഡിൽ ഹയർ ആയിട്ടുള്ള കയറ്റമൊക്കെ ആണെങ്കിൽ ആദ്യം 1 ഇട്ടിട്ട് നമുക്ക് മൂവ് ചെയ്താൽ മാത്രം മതി. അതാണ് റൈഡിംഗ് മോഡ്. സ്പേസ് ഉണ്ട്, ഡിക്കി സ്പേസ് ഉണ്ട്. പിന്നെ ഇതിന്റെ ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പം നോർമൽ ഫ്ലാറ്റിൽ ഇരിക്കുന്ന ആൾക്കാർ കാണും, നോർമൽ വീട്ടിലുള്ള ആൾക്കാർ കാണും. ഈ ഫ്ലാറ്റിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ചെയ്തു തരുന്നത് നോർമൽ വണ്ടിയുടെ ഇവിടെയാണ് ചാർജിങ് പോർട്ട് വരുന്നത്. ഇവിടെ ആയിരിക്കും ചാർജിങ് പോർട്ട് വരുന്നത്. ഇൻ കേസ് അങ്ങനെ അല്ല, അങ്ങനെ വേണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കും. അപ്പം ആ ബാറ്ററി കയറ്റിട്ട് വീട്ടിൽ കൊണ്ടുപോയി ചാർജ് ചെയ്തിട്ട് രാവിലെ കൊണ്ടുവന്ന് വെച്ചാലും മതി. ഇതാണ് നിങ്ങളുടെ ബേസ് വേരിയന്റ് 87,000 രൂപ ഡിസ്കൗണ്ട് ചെയ്ത് തരാം. ഓക്കെ. പിന്നെ ഉള്ള ഒരു വെറൈറ്റി മോഡൽ കണ്ടത് ഈ ഒരു സംഭവം കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് പറയുമോ? ബാക്കിൽ 3 ഷോക്ക് അബ്സോർബർ ഒക്കെ ഉണ്ടല്ലോ ഒരു സൈഡിൽ. 6 അപ്പോൾ മൊത്തം ഒരു 6 എണ്ണം ഉണ്ട് ബാക്കിൽ. ഓക്കെ, 2 സൈഡിലുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിലുണ്ട്. പിന്നെ വരുന്നത് ചെയ്യുമ്പോൾ ഇതിന്റെ ഓക്കെ, അടിപൊളി. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കുറേ സാധനങ്ങളൊക്കെ വെച്ച് കെട്ടിക്കൊണ്ട് പോകാം. യൂട്യൂബിൽ വേറൊരു വീഡിയോ കാണും, ഇതിന്റെ റിവ്യൂ നമുക്ക് നിങ്ങളുടെ വെച്ച് തന്നെ ചെയ്യാം. ബാക്കിൽ ഒരു 3 ചാക്ക് അരിയും ഫ്രണ്ടിൽ ഒരു 2 ചാക്ക് അരിയും വെച്ച് ലോഡ് അടിക്കാൻ പറ്റും. ഈ ഒരു സ്പേസ് കൊണ്ട് ഇവിടെ വെക്കാൻ പറ്റും. സീറ്റിംഗ് തന്നെ ഇപ്പം നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ സീറ്റിൽ ഈ താഴെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് കുറച്ചും കൂടി സ്പേസ് കിട്ടും. പിന്നെ ഫ്രണ്ടിലും ബാസ്ക്കറ്റ് ഉണ്ട്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത്രയും ലോഡ് വെച്ചിട്ട് നമ്മളിങ്ങനെ ബാക്കിൽ പോകാനൊന്നും പറ്റത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിനകത്തുള്ളത് റിവേഴ്സ് മോഡ് ഉണ്ട്. റിവേഴ്സ് മോഡ് ഉണ്ട്. അത് എല്ലാ വണ്ടികൾക്കും ഉണ്ടോ? എല്ലാ വണ്ടികൾക്കും റിവേഴ്സ് മോഡ് ഉണ്ട്. റിവേഴ്സ് മോഡ് ഉണ്ട്. ആ റിവേഴ്സ് മോഡ് ഇട്ടിട്ട് നമ്മൾ ബാക്കിലേക്ക് വണ്ടി. ഓക്കെ, അടിപൊളി. ഈ ഒരു വാഹനത്തിന്റെ ഒരു പ്രൈസ് എന്ന് പറയാമോ? പ്രൈസ് ഇതുവരെ ബാറ്ററി വന്നില്ല. വരുന്ന സമയത്ത് ഞാൻ എല്ലാത്തിന്റെ പ്രൈസ്. നമുക്കപ്പോൾ അടുത്തൊരു വാഹനം നോക്കാം, അടുത്തൊരു വണ്ടി നോക്കാം. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 1,00,000 രൂപയുടെ താഴെയാണ് എല്ലാ വണ്ടിയും വരുന്നത്. പിന്നെ മാക്സിമം ആ രജിസ്ട്രേഷൻ ഉള്ള മോഡൽ മാത്രം ഒരു 130, 132 എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, നമുക്ക് ഇനി ഈ ഒരു ബൈക്ക് നോക്കിയാലോ? ഇതൊരു ബൈക്കാണോ സ്കൂട്ടറാണോ ബ്രോ? ഇത് ബൈക്ക്. ഇത് ബൈക്കാണല്ലേ? ഇത് ബൈക്ക്. ഓക്കെ. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് രജിസ്ട്രേഷൻ വേണ്ട മോഡലാണ്, ഹയർ സ്പീഡ് പോകുന്ന മോഡലാണ്. ഇതെല്ലാം നല്ല സ്പോർട്ടി മോഡലാണ്. നമുക്ക് ഇരിക്കുമ്പോൾ തന്നെ ആ ഒരു കംഫർട്ട് കിട്ടും, ആ ഒരു സ്പേസും കാര്യങ്ങളും എല്ലാം ആയാലും. ബാറ്ററി വെച്ചിട്ടില്ല. ഇതിനകത്തും റിവേഴ്സ് ഇതാ റിവേഴ്സ് 1, 2, 3. പിന്നെ ഈ 6 എന്നുള്ളത് റിവേഴ്സ്. ഇപ്പം നെക്കി കഴിഞ്ഞാൽ വണ്ടി ബാക്കിലേക്ക് പോകും. വണ്ടി ബാക്കിലോട്ട് വരും, ഫ്രണ്ടും ബാക്കും. അതുപോലെ ഇത് ഡിസ്കിന്റെ ആ ഒരു ഇതാണല്ലേ? ഡിസ്കിന്റെ സംഭവമാണ്. അടിപൊളി. പിന്നെ വരുന്നത് വെച്ച് കഴിയുമ്പം എല്ലാ ബാറ്ററി ഈ മൈലേജ് പറയുന്നത് എല്ലാവർക്കും തോട്ടം ഇരുന്നെന്ന് വെച്ച് കഴിയുമ്പം ഈ ലൈറ്റ് ഓൺ ആവുന്ന സമയത്ത് അത്രയും മൈലേജ് കിട്ടുമെന്ന്. ലൈറ്റ് ഓൺ ആയിട്ട് ഉൾപ്പെടെ ഉള്ള മൈലേജ് ആണ് 120. ഓക്കെ. പിന്നെ നോർമൽ ഇപ്പം കമ്പനി പറയുന്ന മൈലേജ്, നമ്മൾ കാറിലൊക്കെ പോവുകയാണെങ്കിൽ കമ്പനി പറയുന്ന മൈലേജ് ഒരു 120 കിലോമീറ്റർ, 12 കിലോമീറ്റർ എന്ന് പറയും. പക്ഷെ കിട്ടുന്നത് 10 കിലോമീറ്റർ. പക്ഷെ ഇലക്ട്രിക് വെഹിക്കിൾ അങ്ങനെയല്ല. പറഞ്ഞ ആ ഒരു മൈലേജ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവരുടെ ഷോറൂമിന് മേലെ കുറച്ച് ബൈക്കും കൂടി ഉണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കണ്ടിട്ട് വരാം. നിങ്ങളുടെ ഒരു ഗോഡൗൺ ഇതാണല്ലേ? ഗോഡൗൺ ഉള്ളത് ഇതിനകത്ത് തന്നെ മൊത്തം കൂടി നമുക്ക് മൊത്തം വന്നിട്ടുള്ള ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ 150 വെഹിക്കിൾസ് ആണ് മാക്സിമം സ്റ്റോക്കേജ്. പിന്നെ കസ്റ്റമർ ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഇപ്പം നമ്മൾ ഈ ഒരു ഓഫർ പീരീഡിൽ വന്ന് ബുക്ക് ചെയ്യുവാണെങ്കിൽ, നിങ്ങൾ ത്രൂ ബുക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ 10 ഡേയ്സിനകത്ത്. അടിപൊളി ഓഫറാണ്. ഇവിടെ വന്ന് ബുക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ പേര് പറഞ്ഞ് ബുക്ക് ചെയ്താൽ മതി. 10 ഡേയ്സ് ഓഫർ ടൈം ഇത് തന്നേക്കാണ്. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ റിഡക്ഷനും ഡിസ്കൗണ്ടും തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ബാക്കിയുള്ള അവരുടെ വാഹനങ്ങളൊക്കെ കേട്ടോ. ഒരുപാട് മോഡൽസ് ഉണ്ട്. ടോട്ടലി 21 മോഡൽസ് അല്ലേ? 21 മോഡൽസ് ഉണ്ട്. അപ്പോൾ 10 ദിവസത്തിൽ ഇവർ ഡെലിവറി കൊടുക്കുന്നതായിരിക്കും, എത്രയും പെട്ടെന്ന് വരികയാണെങ്കിൽ. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് ഇവരുടെ ഏറ്റവും ടോപ്പ് മോഡലൊന്ന് ഓടിച്ചു നോക്കാം. ഓക്കെ ഗൈസ്, നമുക്കപ്പോൾ ഇവരുടെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡലായ കൊമാക്കി TN95ൻ്റെ ഒരു ടെസ്റ്റ് റൈഡ് എടുത്ത് നോക്കാം. ഇതാണ് ആ ഒരു കംപ്ലീറ്റ് വണ്ടി. ഭയങ്കരമായിട്ട് മാസീവായിട്ടുള്ള വണ്ടിയാണ്, ഭയങ്കര നീളം തോന്നിക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് കയറിയിരുന്ന് ഓടിച്ചു നോക്കാം. ആകുമ്പോൾ ഇരിക്കാനൊക്കെ നല്ല കംഫർട്ടാണ്.
അത്യാവശ്യം ഒരു ഹൈറ്റിൽ നിൽക്കുന്ന ഒരു വണ്ടിയാണ്. വണ്ടി ഓണാണ്, ഇഗ്നീഷൻ ഓണാണ്. ഇനി വണ്ടി ഓടിക്കാനായിട്ടൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഒന്ന് കൈ തിരിച്ചാൽ വണ്ടി പോകുന്നതാണ്. കൈ തിരിച്ചപ്പോൾ തന്നെ വണ്ടി അങ്ങ് കയറി പോകുന്നുണ്ട് കേട്ടോ. കുറച്ച് സ്കേറിയാണ്, കാരണം ആ ടോർക്ക് ഓവറായിട്ടൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, വണ്ടിയൊക്കെ കയറി പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് 1, 2, 3 എന്ന് പറഞ്ഞ മോഡുണ്ട്. മോഡ് 1ലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ 1, 2, 3 എന്തിനാണെന്ന് വെച്ചാൽ 1 എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ കയറ്റമൊക്കെ കയറണമെങ്കിൽ നമുക്ക് 1ലിട്ടാൽ അടിപൊളിയായിട്ട് കയറും. അതുപോലെ നമ്മൾ ഗിയർ മാറ്റുന്ന പോലെ നമുക്ക് ഈ 2ഉം 3ഉം യൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ 3ലിട്ട് കഴിഞ്ഞാൽ 3ലിട്ടപ്പോഴത്തേക്കും വലിച്ചിട്ട് പോകണേ കേട്ടോ. അപ്പോൾ സംഗതി എന്തായാലും കൊള്ളാം. നമുക്ക് ഈ വണ്ടി എത്ര കയറും എന്നൊന്ന് നോക്കാം. ഇവർ ക്ലെയിം ചെയ്യുന്നത് ഒരു 90 വരെയൊക്കെ ഈ വണ്ടി കാണിക്കും, 90 വരെയൊക്കെ വണ്ടി കയറുന്നുണ്ട് എന്നാണ്. പിന്നെ മേജറായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ആക്സിലറേഷൻ കട്ടാവും. അപ്പോൾ അത് നമുക്ക് കുറച്ച് യൂസ്ഡ് ആയാൽ മാത്രമേ നമുക്ക് അത് സെറ്റായി കിട്ടുള്ളൂ. 2-വീലിട്ട് ജെറ്റ് ഇടുന്നുണ്ട്. 2-വീലിട്ടിട്ട് എത്ര കയറും നമുക്കൊന്ന് നോക്കാം. 49-ൽ നിർത്തി 3-ലിട്ടിട്ട് വണ്ടി നല്ല ജെറ്റാണ്. എനിക്ക് തോന്നുന്നു ഒട്ടും വെയിറ്റ് ഇല്ലാത്തൊരു വണ്ടിയാണ്. അയ്യോ പറന്നങ്ങ് പോവുക. 60, 62, 63 കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബ്രേക്കൊക്കെ എങ്ങനെയുണ്ടെന്ന് ഞാൻ നോക്കില്ല, നമുക്ക് എന്തായാലും പയ്യെ നോക്കാം. വണ്ടി എന്തോരം കയറുമെന്ന് നോക്കട്ടെ. 66, 68, 69, 69 വരെ 70 കയറി. ഓക്കെ, 70 വരെ കയറിയായിരുന്നു. 70 വരെ കുഴപ്പമില്ലാത്ത രീതിയിലാണ് കയറിയത്. കുഴികളും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സസ്പെൻഷൻ, കാരണം ഒരു വെയിറ്റൊക്കെ കുറഞ്ഞ ഒരു വണ്ടി ആയതുകൊണ്ട് ആ ഒരു കുണ്ടും കുഴിയൊക്കെ നൈസായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചെറിയ ഒരു സ്ലൈറ്റ് നോയ്സ് വണ്ടിയുടെ ബോഡിയിൽ നിന്ന് കേൾക്കുന്നുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു വണ്ടി 70 വരെ ഇതിനകത്ത് മീറ്റർ കാണിക്കുന്നുള്ളൂ. പക്ഷേ നമ്മൾ പോകുന്ന സ്പീഡ് എങ്ങനെ പോയാലും 70 അല്ലെന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഇത് ഇവരുടെ ഈ ഒരു വണ്ടിക്ക് മാത്രമല്ല, മിക്ക വണ്ടിക്കും ആ ഒരു സ്പീഡ് അവർ ഓവറായിട്ട് കാണിക്കുന്നില്ല. ഒരു ലിമിറ്റഡ് ആയിട്ട് വരെ അവർ സ്പീഡ് കാണിക്കുന്നുള്ളൂ. പക്ഷേ നമ്മൾ ആക്ച്വലി പോകുന്നൊരു സ്പീഡ് എങ്ങനെ പോയാലും നമ്മുടെ ഈ ഒരു ഡിജിറ്റലിൽ കാണിക്കണേക്കാളും കൂടുതലാണെന്ന് എനിക്ക് ഡെഫിനറ്റ്ലി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ ക്ലെയിം ചെയ്യുന്ന ഒരു 140 കിലോമീറ്റർ റേഞ്ച് ഈ ഒരു വാഹനത്തിന് കിട്ടുമെന്ന് തന്നെയാണ് അവർ തറപ്പിച്ച് പറയുന്നത്. എനിക്കത് തന്നെ ഫീൽ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വാഹനം നമ്മൾ ബ്രേക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ ആക്സിലറേഷൻ അപ്പോൾ തന്നെ കട്ടാവുകയാണ്. അപ്പോൾ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ കൈ കൊടുക്കുകയാണെങ്കിൽ വണ്ടി നീങ്ങത്തില്ല. അങ്ങനെ ഒരു സെറ്റപ്പ് ഇവരുടെ എല്ലാ ഒരു വണ്ടിക്കുണ്ട്. എല്ലാ ഇലക്ട്രിക് സ്കൂട്ടേഴ്സിനും ആ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മോഡ് നമ്മൾ കുറച്ചിടുകയാണെങ്കിൽ അതുപോലെ തന്നെ ഈ സ്പീഡ് നമുക്ക് കട്ട് ഓഫ് ആവുന്നതായിരിക്കും. സ്പീഡ് കുറച്ചും കൂടി കുറഞ്ഞിട്ട് പോവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഒരു റിവേഴ്സിന് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 1ലിട്ട് കഴിഞ്ഞിട്ട് മോഡ് 1ലിട്ട് കഴിഞ്ഞ് റിവേഴ്സ് നിൽക്കുക, നമുക്ക് വണ്ടി ബാക്കിലോട്ട് പോകുന്നതായിരിക്കും. അതായത് ചില സിറ്റുവേഷനിൽ നമുക്ക് വണ്ടി ബാക്കിലേക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സ്വിച്ച് ഉപയോഗിച്ച് നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ബാക്കിലെ ബോക്സ് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അടിച്ചിട്ട് ഫണ്ണാണ്, ഹോണൊക്കെ അടിപൊളിയാണ്, ലൈറ്റൊക്കെ LED ലൈറ്റ്സ് ആണ്. അത്യാവശ്യം ഫൺ ടു റൈഡ് ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് തന്നെ പറയണം. ഇങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട. ഈ ഒരു സാഹചര്യത്തിൽ പെട്രോൾ ഓരോ ദിവസവും വില കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒരു വണ്ടി ഉള്ളത് വളരെ അധികം നല്ല ഒരു കാര്യം തന്നെയായിരിക്കും. ഈ ഒരു ഷോറൂം എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈറ്റില ജംഗ്ഷന് തൊട്ടടുത്തുള്ള ഒരു പുതിയ ഷോറൂമാണ്. കൊമാക്കി ഇലക്ട്രിക്കൽ ബൈക്സിൻ്റെ ഒരു ഷോറൂമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വണ്ടി ഇവിടെ വന്നിട്ട് ഓടിച്ചു നോക്കുക. ഓൾമോസ്റ്റ് ഒരു 21 വെറൈറ്റി ഓഫ് എന്താ പറയുക 21 മോഡൽസ് ഇവർക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഓരോ വണ്ടിയും അവർ നമുക്ക് ഓടിക്കാൻ തരുന്നുണ്ട്. അപ്പോൾ ഓടിച്ചു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരു വാഹനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവരുടെ ടോപ്പ് എൻഡ് മോഡലാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഭയങ്കര റെസ്പോൺസ് വരുന്നുണ്ട്, അത്യാവശ്യം നല്ല റെസ്പോൺസ് ഉണ്ട്. കൈ കൊടുത്തിട്ട് അത്യാവശ്യം കയറുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ഒരു മൈലേജിൻ്റെ കാര്യം അവർ പറഞ്ഞതും അതുപോലെ ഈ പറഞ്ഞ ഒരു മെയിൻ്റെനൻസും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു 3 years ആണ് ഇവർ ബാറ്ററീൻ്റെ വാറണ്ടി പറയുന്നത്. 3 years ബാറ്ററി വാറണ്ടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ കംപ്ലീറ്റ് വാറണ്ടി അവർ പറയുന്നുണ്ട് 3 വർഷം. അപ്പോൾ കംപ്ലീറ്റ് റീപ്ലേസ് ചെയ്ത് തരും എന്നുള്ളൊരു ഇതാണ്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ടുള്ള കാര്യം എങ്ങനെയാണെന്ന് അറിയില്ല. അത് നമുക്ക് വരും കാലങ്ങളിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ഒന്ന് ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വണ്ടി എന്തായാലും തിരിച്ചുകൊണ്ടേ കൊടുക്കാം. ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു വണ്ടി ഓടിച്ചിട്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത്. ദിസ് ഈസ് യുവർ അനിമേഷൻ സൈനിങ് ഓഫ്. ബൈ.